അസ്സലാമലൈക്കും ഗൈസ്. ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഒമാനിലെ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഒമാനിൽ പോയതാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ദുബായിൽ നമ്മൾ വിസിറ്റ് വിസയിലാണെന്നുണ്ടെങ്കിൽ ഒമാനിൽ വന്നിട്ടാണ് കേട്ടോ വിസ ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒമാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും ഇത്രയും ബാഗുകളില്ല കേട്ടോ. എനിക്ക് മാത്രം വലിയ ബാഗൊക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണോ ഇനി പുതുക്കാൻ വേണ്ടി പോകുന്നത്, ഇവരൊക്കെ ഇനി വേറെ എങ്ങോട്ടാണോ പോകുന്നത്, എനിക്ക് സംശയം തോന്നിട്ടോ. പിന്നീട് എനിക്ക് അതിൻ്റെ ഉപകാരം മനസ്സിലായി. ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇത് ഷാർജയിലുള്ള പള്ളിയാണേ. നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാണ് ആ പള്ളി കാണാൻ. ഇത് നമ്മുടെ ക്രോസ് ഓൺ പോലെ ഇരിക്കുന്നതാണ്. ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റാണ്. ചില സമയം ഓഫീസിൽ പോകുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുമ്പം ഇതൊരെണ്ണങ്ങ് കഴിക്കും. പിന്നെ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെയും നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് വലിയ വിശപ്പുണ്ടാവില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും എന്തിനാണ് ഇത് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് അല്ലേ, നമുക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്ത് കഴിച്ചതാണ്. ദുബായ് ഒമാൻ ബോർഡർ. ഈ ബോർഡർ ഇതിന് മുന്നേ ഞാൻ ഒരു തവണ കടന്നിട്ടുണ്ട് കേട്ടോ. മുന്നേ ഒരു തവണ ഇതേപോലെ തന്നെ വിസ ചേഞ്ച് ചെയ്യാൻ വന്നപ്പം അപ്പോൾ ഒമാനിലെത്തുന്നതിന് മുന്നേയായിട്ട് ജസ്റ്റ് ഒരു പഴം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ പോയിട്ട് പഴം പുഴുങ്ങിയതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് വിസ കിട്ടി പെട്ടെന്ന് പോരാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള ദുആ ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. നല്ല ലോങ് ട്രാവലല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്നാക്സും ജ്യൂസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നെങ്കിലും ബസ്സിൽ ഏകദേശം ഒരു 8-9 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഉറങ്ങായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കമ്പനിക്ക് വിസയുടെ കോട്ട അവൈലബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാണ് അവരെനിക്ക് ഈ വിസ പുതുക്കി തരുന്നത്. അങ്ങനെ ഫൈനലി റൂമിലെത്തിയിട്ടോ. ഇതാണ് റൂമിൻ്റെ അവസ്ഥ. വളരെ പരിതാപകരമായിരുന്നു. എൻ്റെ കൂടെ പാവം പഞ്ചാബിൽ നിന്നുള്ള ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ജെൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി എവിടെയെങ്കിലും ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഈ ഫലജ് എന്ന് പറഞ്ഞിട്ട് ഒമാനിലുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പിന്നെ വന്ന് ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫോഴ്സ്ഡ് ആവാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ദിർഹംസ് ആണ് കൊടുക്കുന്നെങ്കിലും നമുക്ക് തിരിച്ച് ഒന്നെങ്കിൽ ദിർഹംസ് ആയിട്ടോ അല്ലെങ്കിൽ റിയാലായിട്ടാണോ പൈസ കിട്ടുക. എനിക്ക് തിരിച്ച് ഒമാനി റിയാലാണ് കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞ് കൂടെ ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഡ്രസ്സും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അവിടെ നിന്നൊന്നും എടുത്തില്ല. ഫുഡും വാങ്ങിച്ച് നേരെ റൂമിലേക്ക് വന്നേ. ഞാൻ സത്യം പറയട്ടെ, ഈ അടുത്തൊരു കാലത്തൊന്നും ഇത്ര മോശം ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കഴിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് കഴിച്ച് ബാക്കി കളയേണ്ടി വന്നു ഒരുപാട് വിഷമത്തോടെ. അങ്ങനെ അതും കഴിഞ്ഞ് ആരോ പുതച്ച പുതപ്പിൽ അങ്ങ് കിടന്നുറങ്ങി. അപ്പോൾ ബൈ, ഇൻഷാ അല്ലാ നാളെ കാണാം.